ഈ ജയിലിൽ ആയുധങ്ങൾ ഒളിപ്പിക്കുന്നത് തടയാൻ തടവുകാരുടെ വീട്ടിൽ നിന്നുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ചെറിയ കഷ്ണങ്ങളായി മുറിക്കുമായിരുന്നു. സോപ്പ് പോലും പരിശോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ സാം ഒരു സാധാരണ തടവുകാരനായിരുന്നില്ല. ജയിൽ ചാടുന്നതിൽ വിദഗ്ധനായിരുന്നു അവൻ. ഒരു ദിവസം ഒരു സ്പൂൺ ഉപയോഗിച്ച് തറയിലെ ടൈൽ ഇളക്കിയപ്പോൾ അവനൊരു ചെറിയ ഗ്ലാസ് കഷ്ണം ലഭിച്ചു. അവനത് പൊട്ടിച്ചു. മൂർച്ചയുള്ള ഒരു കഷ്ണം മാത്രം കൈവശം വെച്ച് ബാക്കിയുള്ളവ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ചു. പെട്ടെന്ന് കാവൽക്കാർ എത്തിയപ്പോൾ സാം ആ ഗ്ലാസ് കഷ്ണം വായയ്ക്കുള്ളിൽ ഒളിപ്പിക്കുകയും ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവൻ സംശയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ആ ഗ്ലാസ് കഷ്ണം തന്റെ ടൂത്ത് ബ്രഷിൽ കെട്ടി വാതിലിലെ ദ്വാരത്തിലൂടെ കാവൽക്കാരെ നിരീക്ഷിക്കാൻ അവൻ ഇത് ഉപയോഗിച്ചു. തന്റെ മടക്കാവുന്ന കട്ടിലിന്റെ ഒരു കാൽ ഊരിയെടുത്ത് അവൻ അതൊരു ചുറ്റികയാക്കി മാറ്റി. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ചുറ്റിക തുണിയിൽ പൊതിഞ്ഞ് സാം തറ പൊളിക്കാൻ തുടങ്ങി. അടുത്തുള്ള സെല്ലിൽ നടന്നിരുന്ന അറ്റകുറ്റപ്പണികളുടെ ശബ്ദത്തിൽ ഈ ശബ്ദം മറയ്ക്കപ്പെട്ടു. പതുക്കെ ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ കൂട്ടുകാരും അവനോടൊപ്പം ചേർന്നു. അവർ ഒന്നിച്ച് ആഴത്തിൽ കുഴിക്കാൻ തുടങ്ങി. കുഴിക്കുള്ളിൽ വായുസഞ്ചാരമുണ്ടോ എന്ന് പരിശോധിക്കാൻ സാം പേപ്പർ കത്തിച്ച് അതിനുള്ളിലേക്കിട്ടു. അവിടെ വായു ഉണ്ടായിരുന്നു. പക്ഷേ ആ വഴി എങ്ങോട്ടാണെന്ന് അവർക്കറിയില്ലായിരുന്നു. തങ്ങൾ ചെയ്യുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ അവർ എപ്പോഴും ആ കുഴി മൂടിവെച്ചു. എല്ലാ ദിവസവും നിശബ്ദമായി അവർ തങ്ങളുടെ പണി തുടർന്നു. അനേകം ദിവസത്തെ കഠിനാധ്വാനത്തിനും ക്ഷമയ്ക്കുമൊടുവിൽ അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴി കണ്ടെത്തി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.